പിതാവേ, സ്നേഹമുള്ളവരെ, ടീച്ചർച്ച, മറ്റ് അച്ഛന്മാരെ, സ്നേഹമുള്ളവരെ, 6 ഗ്രൂപ്പുകളായിട്ടാണ് പ്രായത്തിൻ്റെ ഏജ് ഗ്രൂപ്പ് നോക്കി നടത്തപ്പെട്ട ലോഗോസ് ക്വിസാണ് ഈ അടുത്ത് കഴിഞ്ഞത്. അതിൻ്റെ റിസൾട്ടാണ് പ്രഖ്യാപിക്കാൻ പോകുന്നത്. ഈ അവസരത്തിൽ ലോഗോസ് ക്വിസിൽ പങ്കെടുത്ത് വചനം നിറയെ ഹൃദയത്തിലും ജീവിതത്തിലും നിറച്ചു വച്ചിട്ടുള്ള നിങ്ങളെല്ലാവരെയും ആദ്യമായിട്ട് അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. കാരണം ദൈവത്തെ കണ്ടുമുട്ടുന്ന നിമിഷങ്ങളാണ് വചനം ഹൃദയസ്ഥമാക്കുന്നവരുടെ ജീവിതത്തിൽ. വചനത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നു, വചനം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം എങ്കിൽ വചനം മുഴുവനും ജീവിതത്തിൽ ഹൃദയസ്ഥമാക്കിയിട്ടുള്ളവർ ഭാഗ്യവാന്മാർ എന്ന് വിശേഷിപ്പിക്കാനായിട്ട് ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. അഭിമന്യ പിതാവിൻ്റെ സാന്നിധ്യത്തിൽ ഈ ഗ്രൂപ്പുകളിൽ പങ്കെടുത്ത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പൊസിഷനുകളിൽ എത്തിച്ചേർന്നിട്ടുള്ള, അതിനേക്കാൾ മുമ്പ് ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിനന്ദിക്കുന്നതോടൊപ്പം ഈ അർഹരായിട്ടുള്ള എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിച്ചുകൊണ്ട് ലോഗോസ് ക്വിസ് 2025 റാങ്ക് ലിസ്റ്റ് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഗ്രൂപ്പ് എ ഫസ്റ്റ് റാങ്ക് റോസ് ആൻഡ് ഫ്രാൻസിസ്, പൂങ്കുന്നം 89 മാർക്ക്. രണ്ടാം സ്ഥാനം ജോൺ നെറ്റിക്കാടൻ, മരിയാപുരം 84 മാർക്ക്. മൂന്നാം സ്ഥാനം എയ്റോസ് ഡിക്സൺ, കാൽവരി ആശ്രമം 83. ബി വിഭാഗത്തിൽ ഒന്നാം റാങ്ക് ഫെലൻ മരിയ തരകൻ, അരുണാട്ടുകര 90 മാർക്ക്. സെക്കൻഡ് റാങ്ക് ഫ്രാൻസി സിഞ്ചു, പറപ്പൂർ 87 മാർക്ക്. മൂന്നാം റാങ്ക് ആൻലിയ PS, പൂങ്കുന്നം 86 മാർക്ക്. സി വിഭാഗത്തിൽ ഒന്നാം റാങ്ക് ഫണി സണ്ണി, ബിയൂർ 100 മാർക്ക്. രണ്ടാം റാങ്ക് ഐറിൻ ജോസ്, നലത്താക്കര 98 മാർക്ക്. മൂന്നാം റാങ്ക് ജീന സജീഷ്, എളവള്ളി 95 മാർക്ക്. ഡി വിഭാഗത്തിൽ ഒന്നാം റാങ്ക് ഷെർലി ജാക്ക്, അടാത്ത് ഇടവക 102 മാർക്ക്. രണ്ടാം റാങ്ക് റീജ ജോയ്, തയ്യൂർ ഇടവക 101 മാർക്ക്. മൂന്നാം റാങ്ക് മിൽഡ പോൾ വി, ചിറ്റിലപ്പള്ളി 100 മാർക്ക്. ഈ വിഭാഗത്തിൽ ഒന്നാം റാങ്ക് ഷീജ ഡേവിസ്, വളപ്പായ 102 മാർക്ക്. രണ്ടാം റാങ്ക് ഹെലൻ കുര്യൻ, ഒളരിക്കര 101 മാർക്ക്. മൂന്നാം റാങ്ക് ലിഷ ഷാജു, കല്ലൂർ ഈസ്റ്റ് 100 മാർക്ക്. എഫ് വിഭാഗത്തിൽ ഒന്നാം റാങ്ക് ആനി ജോർജ്, പറപ്പൂർ 103 മാർക്ക്. രണ്ടാം റാങ്ക് സാലി ഫ്രാൻസിസ്, ലൂർദ് കത്തീഡ്രൽ 102 മാർക്ക്. മൂന്നാം റാങ്ക് NC ജോസ്, പാറേമ്പാടം ഇടവക 101 മാർക്ക്. വിജയികളായ എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങളും ദൈവാനുഗ്രഹങ്ങളും നേർന്നുകൊള്ളുന്നു.